ഹായ് ഓൾ. ഇന്ന് കേരള നവോത്ഥാനത്തിലെ അയ്യൻകാളി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇദ്ദേഹം ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓർത്തിരിക്കണം, എന്നാണ് ജനിച്ചത്. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. ഓക്കെ. അച്ഛൻ്റെ പേര് അയ്യൻ, അമ്മയുടെ പേര് മാല, ഭാര്യയുടെ പേര് ചെല്ലമ്മ. എന്നാണ് 1863 ഓഗസ്റ്റ് 28 ഓക്കെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. ഓക്കെ. അയ്യൻ മാല ദമ്പതികളുടെ മകനായിട്ടാണ് ജനിച്ചത്. ഭാര്യയുടെ പേരെന്താണ്? ചെല്ലമ്മ എന്നാണ്. പുലയരുടെയും മറ്റ് അധസ്ഥിത വർഗത്തിൻ്റെയും ഉന്നമനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ഇദ്ദേഹം. പുലയരുടെയും മറ്റ് അധസ്ഥിത വർഗത്തിൻ്റെയും ഉന്നമനത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ഇദ്ദേഹം. അതുപോലെ തന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ആധുനിക ദളിതരുടെ പിതാവ്, പുലയ രാജാവ്, ആളിക്കത്തിയ തീപ്പൊരി എന്നീ വിശേഷണങ്ങളെല്ലാം ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ വിശേഷണങ്ങളൊന്ന് നോട്ട് ചെയ്തോളണം. ഇത് PSC ഇതിനു മുമ്പ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഓർമ്മ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ എന്താണ്? മഹാനായ പുത്രൻ, ആധുനിക ദളിതരുടെ പിതാവ്, പുലയ രാജാവ്, ആളിക്കത്തിയ തീപ്പൊരി എന്നീ വിശേഷണങ്ങളിലെല്ലാം അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? അയ്യങ്കാളിയായിരുന്നു. ആ പ്രധാനപ്പെട്ട വിശേഷണങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു. അത് നോട്ട് ചെയ്തോളണം. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇനി അയ്യങ്കാളിയുടെ പ്രസിദ്ധ വചനങ്ങൾ പറയുവാണ് എങ്കിൽ, വിദ്യയിലൂടെ ഔന്നത്യം നേടുക, ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്നിവ അയ്യങ്കാളിയുടെ പ്രസിദ്ധ വചനങ്ങളാണ്. എന്തൊക്കെയാണ്? വിദ്യയിലൂടെ ഔന്നത്യം നേടുക, ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്നിവയെല്ലാം പ്രസിദ്ധ വചനങ്ങളാണ്. 1905 വെങ്ങാനൂരിൽ അവശ സമുദായങ്ങൾക്കായി വിദ്യാലയം സ്ഥാപിച്ച അയ്യങ്കാളി 1907 സാധുജന പരിപാലന സംഘം എന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ദളിതനാണ് അയ്യങ്കാളി. 1913 ശ്രീമൂലം പ്രജാസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ദളിതനാണ് ആരെന്ന് പറയുന്നത്? അയ്യങ്കാളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1937 ഗാന്ധിജി ഇദ്ദേഹത്തെ സന്ദർശിച്ചത്. അതിനുമുമ്പ് ഒരു PSC ചോദിച്ചാണേ, നോട്ട് ചെയ്തോളണം. 1937 ഗാന്ധിജി ഇദ്ദേഹത്തെ സന്ദർശിച്ചത്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ 5ാം കേരള സന്ദർശനത്തിലാണ്. അത് നോട്ട് ചെയ്തോളണം. അപ്പോൾ 1937 ഗാന്ധിജി അയ്യങ്കാളി സന്ദർശിച്ചത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ എത്രാം കേരള സന്ദർശനത്തിലാണ്? 5ാം കേരള സന്ദർശനത്തിലാണ്. 1941 ജൂൺ 18 അയ്യങ്കാളി നിര്യാതനാകുന്നത്. 1941 ജൂൺ 18 അയ്യങ്കാളി നിര്യാതനാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം, വെങ്ങാനൂരിലെ ചിത്രകൂടം എന്ന സ്ഥലത്താണ്. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിത്രകൂടം, വെങ്ങാനൂർ. അയ്യങ്കാളിയെക്കുറിച്ച് ആഴത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ, സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം 1938. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം 1938. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് സാധുജന പരിപാലിനി. നോട്ട് ചെയ്തോളണം. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് ഏതാണ്? സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി പത്രം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ്. നോട്ട് ചെയ്തോളണേ. സാധുജന പരിപാലിനി പത്രം പ്രസിദ്ധീകരിച്ചത് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി. നോട്ട് ചെയ്തോളണം. ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയാണ് SNDP. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയാണ് എന്ന് പറയുന്നത് SNDP. 1980 തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് സ്ഥാപിച്ച അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. നോട്ട് ചെയ്തോളണം. 1980 തിരുവനന്തപുരത്ത് വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിച്ച അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അതിനുമുമ്പ് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് ഇസ്രാ ഡേവിഡ് ആണ്. ഓക്കെ. ആ പ്രതിമയുടെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? ഇസ്രാ ഡേവിഡ് ആണ് ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് EK നയനാരാണ്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് EK നയനാരാണ്. ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2002. ഓക്കെ. ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളി അനുസ്മരിച്ച് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്നാണ് 2002. അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം AUEGS എന്താണ്? അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. ഓക്കെ. മലയാളത്തിൽ എങ്ങനെ പറയും? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി കേരള ഗവൺമെൻറ് ആരംഭിച്ചത് 2010. ഓക്കെ.
അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി കേരള ഗവൺമെൻറ് ആരംഭിച്ചതെന്നാണ് 2010 നിങ്ങളെല്ലാം കേട്ടിരിക്കുന്ന സംഭവമാണ് അല്ലേ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലുള്ള കേന്ദ്ര സർവകലാശാലയാണ്. ഓക്കെ, അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല ഏതാണ്? കേന്ദ്ര സർവകലാശാല കാസർഗോഡ്. 2014 അയ്യങ്കാളിയുടെ 152ാമത് ജന്മവാർഷിക ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദി. ഓക്കെ, 2014 അയ്യങ്കാളിയുടെ 152ാമത് ജന്മവാർഷിക ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി, ന്യൂഡൽഹിയിൽ. ഓക്കെ, അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 28 എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അയ്യങ്കാളി ജയന്തി. എന്താ, കേരള സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ. അന്നാണ് അദ്ദേഹം ജനിച്ച ഓഗസ്റ്റ് 28, ആ ഡേറ്റ് തന്നെ അയ്യങ്കാളി ജയന്തി അല്ലേ, അന്നാണ് കേരള സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അയ്യങ്കാളിയുടെ സമരങ്ങൾ വളരെ ചരിത്രത്തിൽ ഇടം നേടിയ ഒന്നാണ്. അതിനകത്ത് ഒന്നാമത്തെയാണ് വില്ലുവണ്ടി യാത്ര. ഏത് വർഷമാണ്? 1893 എന്താ ഈ വില്ലുവണ്ടി യാത്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊതുവഴിയിലൂടെ പുലയരെ നടക്കാൻ അനുവദിക്കാത്ത ഉയർന്ന ജാതിക്കാരുടെ നടപടിയെ വെല്ലുവിളിച്ചുകൊണ്ട് വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ അയ്യങ്കാളി നടത്തിയ യാത്രയാണിത്. അടുത്തൊരു സമരമാണ് കർഷക തൊഴിലാളി സമരം. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കർഷക തൊഴിലാളി സമരം എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണ്? 1909 ഓക്കെ, കർഷക തൊഴിലാളി സമരം 1909 സർക്കാരിൻ്റെ ഉത്തരവുണ്ടായിട്ടും വിദ്യാലയങ്ങളിൽ കർഷക തൊഴിലാളികളുടെ മക്കളെ പഠിപ്പിക്കാൻ എന്താണ് ജന്മിമാർ എന്ന് സമ്മതിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിൽ കർഷകർ എന്ത് ചെയ്തു? ജന്മിമാരുടെ കൃഷിയിടങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് നടത്തിയ സമരത്തെയാണ് എന്നറിയപ്പെടുന്നത് കർഷക തൊഴിലാളി സമരം എന്നറിയപ്പെടുന്നത്. ചരിത്രത്തിൽ ഇടം നേടിയ വേറൊരു സമരമാണ് എന്താണ്? നെടുമങ്ങാട് ചന്ത ലഹള. അത് ഏത് വർഷമാണ്? 1912. ഒറ്റ വാക്കുകൾ ഓർത്തിരിക്കാൻ. 1912 നെടുമങ്ങാട് ചന്ത പ്രവേശനത്തെ ചൊല്ലി നടന്ന ലഹളയാണിത്. കല്ലുമാല സമരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കല്ലുമാല ഏത് വർഷമാണ്? 1915 അല്ലേ. നമുക്ക് എന്ത് കല്ലുമാല സമരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അധസ്ഥിത വർഗത്തിൽ പെട്ടവരെ തിരിച്ചറിയുന്നതിനായിട്ട് അന്ന് എന്താണ് കല്ലുമാല ധരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഏറ്റവും താഴേക്കടയിൽ ഉള്ളവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി സ്ത്രീകൾ എന്ത് ചെയ്യും? കല്ലുമാല ധരിക്കും. ഓക്കെ, അതിനെ എന്താണ് അപ്പോൾ കല്ലുമാല ഉപേക്ഷിക്കുക എന്നതായിരുന്നു ഈ സമരത്തിൻ്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കല്ലുമാല സമരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് കൊല്ലം ജില്ലയിലെ എന്താണ് പെരിനാട് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന സമരമായതിനാൽ ഇതിനെ ഏത് പേരിൽ അറിയപ്പെടാറുണ്ട്? പെരിനാട്ട് ലഹള എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കല്ലുമാല സമരം കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്ത് വെച്ച് നടന്നതിനാൽ ഇതിനെ ഏത് പേരിൽ അറിയപ്പെടാറുണ്ട്? പെരിനാട്ട് ലഹള എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ ഇടം നേടിയ വേറൊരു സമരമാണേത്? 90-ാം ആണ്ട് ലഹള. ഓക്കെ, അത് ഏത് വർഷമാണ്? 1915 ഊരൂട്ടമ്പലം സ്കൂളിൽ അധസ്ഥിത വർഗത്തിൽപ്പെട്ട കുട്ടികളെ പ്രവേശിപ്പിക്കാത്തതിനെ തുടർന്ന് നടത്തിയ ലഹളയാണ് എന്ന് പറയുന്നത് ഈ 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. പഞ്ചമി എന്ന് പറയുന്ന ദളിത് പെൺകുട്ടിയെ എന്താണ് അയ്യങ്കാളി സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ എന്ത് ചെയ്തു? ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്കൂളിന് തീയിട്ടു. കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചാണ് അന്ന് ദളിതരൊക്കെ ജീവിച്ചു പോന്നിരുന്നത്. ഈ 90-ാം ആണ്ട് ലഹള പുലയ ലഹള എന്ന പേരിലും അതുപോലെ തന്നെ ഊരൂട്ടമ്പലം ലഹള എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. ഈ 90-ാം ആണ്ട് ലഹള ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? പുലയ ലഹള അല്ലെങ്കിൽ എന്താണ് ഊരൂട്ടമ്പലം ലഹള എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അയ്യങ്കാളിയെക്കുറിച്ച് നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.